ചേട്ടാ നമസ്കാരം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് സഖാക്കളിൽ വലിയ ഞെട്ടലും നിരാശയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഉള്ള ഒരു വരിയാണ്. മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് CPM-ന്റെ ചരിത്രത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവലോകന റിപ്പോർട്ടിലും ഇത്തരത്തിലൊരു വരി കാണാനായി സാധിക്കില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വരി കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പോരാത്തതിന് ഇപ്പോഴും നമ്മൾ ഈ ഭരണം മാറി കഴിഞ്ഞ ശേഷവും ഇപ്പൊ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോഴും LDF എന്ന് പറയുന്ന മുന്നണിയും CPM എന്ന് പറയുന്ന പാർട്ടിയും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ ഭരണം മാറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഭരിക്കുന്നത് ആരാണോ അവർക്ക് നേരെ കുന്തമുനകൾ നീളുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴും വിമർശനം മൊത്തം ഇവർക്ക് നേരെയാണ്. എന്ത് സംഭവിച്ചാലും ഇവർക്ക് നേരെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചാലയിൽ ഒരു സ്കൂള് തകർന്നു വീണു. നമ്മുടെ ശിവൻകുട്ടി രംഗത്തിറങ്ങി, പക്ഷെ വിമർശനം ഇവർക്ക് നേരെയായിരുന്നു. കാരണം ഇയാളുടെ കാലത്ത് പണിത സ്കൂളാണ്, 10 വർഷം ഇവർ ഭരിച്ചതാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഇവരെ വിട്ടു പോയിട്ടില്ല, നമ്മുടെ നാടിനെ വിട്ടു പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല പല കാര്യങ്ങൾ. ഇപ്പോ ഒരു ആന ഒരു ആക്രമണം നടത്തി, ആന ഒരാളെ ചവിട്ടി കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും ഇവർക്കൊരക്ഷരം മിണ്ടാൻ വയ്യ എന്നുള്ളതാണ്. കാരണം അവർ ചോദിക്കുന്ന, ജനങ്ങൾ ചോദിക്കുന്ന 10 കൊല്ലം നിങ്ങളല്ലേ ഭരിച്ചത്? അന്ന് എന്തോളം കൊലപാതകങ്ങൾ ഉണ്ടായി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി. ആ പെൺകുട്ടിക്ക് പരിക്ക് പറ്റിയത് വന്യജീവി ആക്രമണത്തിലോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അല്ല. പക്ഷെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ കാണാൻ പോയി. അപ്പോഴും CPM-നും LDF-നുമാണ് വിമർശനം. എന്തേ ഇപ്പൊ കാണാനായിട്ട് വന്നത്? മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. പോരാത്തതിന് ഇവരുടെ പാർട്ടി ചാനലായിട്ടുള്ള കൈരളി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അഴിമതിയോ ഒരു ഡിഫമേഷനോ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വാഭാവികമായിട്ടുള്ള കുത്തിത്തിരിപ്പല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രിയദർശിനി പദ്ധതി ഇറങ്ങിയപ്പോൾ അത് ഇവർക്ക് വലിയ തിരിച്ചടിയായി പോയി. തിരിച്ചടിയായി എന്നുള്ളത് മാത്രമല്ല, കൈരളിയിൽ ഉണ്ടായിരുന്ന വാർത്ത ഞാൻ കാണുമ്പോൾ, കൈരളിയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി VD സതീശന് മുമ്പേ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തല. ഇതാണ് അവരുടെ വാർത്ത എന്ന് പറയുന്നത്. മാക്സിമം അതുവരെയൊക്കെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സഖാക്കളെല്ലാം നിരാശയിലാണ്. ആ നിരാശയിലായിട്ടുള്ള സഖാക്കളെ ഉത്തേജിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യാനാണെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് കഴിയുന്നില്ല. നേതാക്കന്മാരില്ല എന്ന് വേണം സത്യത്തിൽ പറയാൻ. ഉള്ള നേതാക്കന്മാർ വാ തുറന്നാൽ എന്താണെന്ന് സഖാക്കന്മാർക്ക് മനസ്സിലാവുന്നുമില്ല. അതായത് എന്തുകൊണ്ട് തോറ്റു എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞാൽ അത് പറയാൻ വരുന്നത് ഗോവിന്ദൻ മാഷും നമ്മുടെ മുൻ വ്യവസായ മന്ത്രിയായിട്ടുള്ള നമ്മുടെ രാജീവൊക്കെയാണ്. സാർവദേശീയതയും തത്വ ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളും സായുധ വിപ്ലവവും ഒക്കെ പറഞ്ഞു വരുമ്പോൾ സഖാക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സഖാക്കന്മാർ തൊട്ടപ്പുറത്ത് നമസ്തേ സദാവത്സലെ കേൾക്കുമ്പോൾ പോകുന്നത് സ്വാഭാവികമാണ് എന്നാണ് അവലോകന യുഗത്തിൽ സംക്ഷിപ്തമായ രൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ സാർവദേശീയതയും സായുധ വിപ്ലവവും പിന്നെ താത്വികമായിട്ടുള്ള അവലോകനങ്ങളും സഖാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അപ്പുറത്ത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ദേശീയതയുണ്ട്. ആ ദേശീയത ചേർത്ത് വിളിക്കുമ്പോൾ അതിലൊരു ഒത്തൊരുമയുണ്ട് എന്ന് കാണുന്ന സഖാക്കന്മാർ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ശരിയല്ല, ഞങ്ങൾ തകർന്നു പോയി എന്നാണ് CPM നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജുചേട്ടാ. അപ്പൊ ഇവർക്ക് ഇതിനകത്ത് നിന്ന് കരകയറണം. ഇവർ പറയുന്നത് ഞങ്ങളുടെ സഖാക്കന്മാരൊക്കെ സംഘികളാവുന്നു, ഞങ്ങളുടെ വോട്ടൊക്കെ അവർ അടിച്ചുകൊണ്ട് പോയി. സമ്മതിച്ചു, അവലോകന യോഗത്തിൽ ഇവർ ഞങ്ങൾ വോട്ട് അവർ കൊണ്ടുപോയി എന്നുള്ളത് സമ്മതിച്ചു. അപ്പൊ ഇതിനെതിരെ ഒരു ജാഗ്രത വേണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ മുന്നിലേക്ക് എന്റെ ഒരു വീക്ഷണം കൂടെ പറഞ്ഞിട്ട് ഞാൻ താങ്കളുടെ അഭിപ്രായത്തിലേക്ക്, ഞാൻ മുന്നിലേക്ക് കാണുന്നത് ഇവർക്ക് ഇനി ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ നാട് പൊളിറ്റിക്കലി മാറിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായി കഴിഞ്ഞു. UDF-ലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായി കഴിഞ്ഞു. കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ജയിപ്പിക്കാം, ആരെയും തോൽപ്പിക്കാം എന്നുള്ള സാഹചര്യം എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ചോദിച്ച ഗോപാലകൃഷ്ണനെ അവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങൾ തോപ്പിച്ചു. അതേസമയം മതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അധികാരം പിടിക്കുന്നത് എന്ന് പറഞ്ഞ KM ഷാജിയെ അതേ മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ വിജയിപ്പിച്ചു. അതാണ്, അവർക്ക് ആരെയും തോപ്പിക്കാം, അവർക്ക് ആരെയും വിജയിപ്പിക്കാം. അപ്പൊ ഇതിനെതിരെ BJP-യാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നത്, പ്രത്യേകിച്ച് സഖാക്കൾ പ്രതീക്ഷയോടെ കാണുന്നത്. അപ്പൊ CPM ഇനി ഒരു ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ്. അവർക്ക് BJP-യെ ഓവർകം ചെയ്യുന്ന
ഒരു ഹിന്ദുത്വ ഐഡിയോളജി ആയിട്ട് മുന്നിലേക്ക് വന്നത് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഭാവിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ഭാഗത്ത് ശക്തമായിട്ട് നിൽക്കും, CPM-ന്റെ ഹിന്ദുത്വ ഐഡിയോളജി ഇപ്പുറത്ത് ശക്തമായി നിൽക്കുമെങ്കിൽ മാത്രമേ CPM-ന് രക്ഷമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഈ അഴുക്കുമുട്ട പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസവും ഇവരുടെ കാറൽ മാർക്സും താളി വളർത്തിയെന്ന് ഒരു തൂമ്പ പോലും അയാൾ കൈകൊണ്ട് എടുത്തിട്ടില്ല. അയാളാണ് കൃഷിക്കാരെ കുറിച്ചും ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നതും എഴുതുന്നതും. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഏഞ്ചൽസ് എന്ന് പറയുന്ന ആള് പണക്കാരനായിരുന്നു, അവന്റെ പണം കണ്ട് അസൂയ മൂത്തിട്ടാണ് കാറൽ മാർക്സ് ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കണമെന്ന് എഴുതിയെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അഴുക്കുമൂട്ട പ്രസ്ഥാനം ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇതിനെ പിച്ചി ചീന്തുകയാണ്. എന്ത് ചെയ്യും ഈ സംഖ്യകളാവാതിരിക്കാൻ സഖാക്കന്മാർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പണ്ട് ഈ CPM-മാര് RSS-നെ തടയാൻ വേണ്ടിയിട്ട് റെഡ് വാളണ്ടിയർമാർ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് തുടങ്ങി. അപ്പൊ റെഡ് വാളണ്ടിയർമാരുടെ മാർച്ച് എൻ്റെ നാട്ടിലൂടെയൊക്കെ നടന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ഇവന്മാരെല്ലാം RSS-ലേക്ക് പോകാൻ അധികം ദൂരമില്ല. കാരണം അരഭാഗം വരെ ഇവന്മാർ RSS ആയി. കാരണം ഈ റെഡ് വാളണ്ടിയർമാരുടെ യൂണിഫോം ചുവപ്പ് ഉടുപ്പും കാക്കി പാൻറ്റുമായിരുന്നു. RSS-ൻ്റെതും കാക്കി പാൻറ്റാ. ഞാൻ പറഞ്ഞു, ഇനി ഇവന്മാർക്ക് പകുതി വരെ ഇവർ RSS ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ RSS-ലേക്ക് പോകാൻ ഒരു വെള്ള ഷർട്ടിന്റെ ബെൽറ്റിന്റെയും കൂടെ ആവശ്യം മാത്രമേ ഇനി വരൂ എന്ന് അന്ന് തമാശയായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സഖാക്കന്മാർ ഈ റെഡ് വാളണ്ടിയർമാരെ ഏതാണ്ട് വലിയ സംഭവമായിട്ടാണ്, ഇന്ത്യൻ സേനയോടൊക്കെയാണ് അവർ ഉപമിച്ചത്, സൈന്യമൊക്കെ ആയിട്ടാണ് അവർ ഉപമിച്ചത്. പക്ഷെ എങ്ങും പറ്റിയില്ല. ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ CPM അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. സഖാക്കളെല്ലാം സംഘികളാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ ബഹുമാനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പരാജയ കാരണങ്ങൾ വിലയിരുത്തും. പരാജയപ്പെട്ടതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് വളരെ ലേറ്റായിട്ടാണെങ്കിലും തങ്ങളുടെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു, മിക്കവാറും ഒക്കെ പാർട്ടി കോൺഗ്രസിലാണ് ഇവർ വിലയിരുത്തുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ നേരത്തെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ അവർ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ നമ്മൾ എടുത്ത നടപടികൾ ശരിയായില്ല എന്നിപ്പോൾ അവർ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഈ പലപ്പോഴും കുംഭസാരം എന്ന് കേട്ടിട്ടില്ലേ? കുംഭസാരിക്കുന്നതിന്റെ ഒരു പരിപാടിയിലാണ് ഈ CPM എപ്പോഴും തെരഞ്ഞെടുപ്പ് വഴി വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയത്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കി. അതിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. മൂന്നാമത്തെ അവര് പറയുന്നത്, നമ്മളുടെ നേതാക്കന്മാർ ജനങ്ങളുമായി ഇടപഴകിയ രീതി ശരിയല്ല, അത് തെറ്റാണ്. മറ്റൊന്ന്, ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമുണ്ട്, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു ഇലക്ഷന് ഈ തെരഞ്ഞെടുപ്പില് അവരുടെ മുദ്രാവാക്യം. അത് തെറ്റായി പോയെന്ന് രാജീവിന് ഇപ്പൊ പറയുന്നു. രാജീവ് ഇപ്പൊ പറയുന്നുണ്ട്. ശരിയാണ്, അത് കേൾക്കുമ്പോൾ നമുക്കൊരു അഹങ്കാരം അതിൽ ധ്വനിക്കുന്നുണ്ട്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു അഹങ്കാരം ധ്വനിക്കുന്നുണ്ട്. അപ്പൊ ജനം കരുതി നിങ്ങളല്ലാതെ വേറെ ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് മറിച്ച് വോട്ട് ചെയ്തത്. അങ്ങനെയുമുണ്ട്, അതുമുണ്ട്. ഇതൊരു വലിയൊരു സൈക്കോളജി സാധനമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള അവർ തെറ്റുകൾ അവര് ഇതില് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഈ വെള്ളാപ്പള്ളി നിരന്തരം CPM-നെ വിമർശിക്കുന്ന ആൾക്കാർ ഈ വെള്ളാപ്പള്ളിയെ തൊടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ എടുത്തു വെച്ചിട്ട് ഇയാൾ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്, ഇയാളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് CPM തോൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഈ പറയുന്ന CPM ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞാൽ CPM-ന് ഇപ്പോൾ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുമോ? ഈ കോൺഗ്രസിന്റെ വോട്ടാണ് മുസ്ലിം വോട്ടെന്ന് പറയുന്നത്. അവർ CPM-ന് ബേസിക്കലി വെള്ളാപ്പള്ളിയെ CPM തള്ളിപ്പറഞ്ഞത് കൊണ്ട് ഇവർ വോട്ട് ചെയ്യും. ഇനി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലേ? ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി പറയുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് OBC സംവരണമുണ്ട്, ന്യൂനപക്ഷ സംവരണമുണ്ട്. ഇതെന്തിനാ രണ്ട് സംവരണം? ഒരു സംവരണം പോലെ. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ അഡ്രസ്സ് ചെയ്യുന്ന മനുഷ്യന്റെ ആ വാക്കുകൾക്ക് ഇവർക്ക് തിരിച്ച് മറുപടി പറയാൻ, അത് മറുപടി മുട്ടുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ ഇവർ വെള്ളാപ്പള്ളിയെ നോക്കി കൊഞ്ഞണം കുത്തുകയാണ്, ഇയാൾ ന്യൂനപക്ഷ വിരുദ്ധനാണ്. അതങ്ങനെ ശരിയാവും? അതായത് രണ്ടുപേര് തുല്യമായിട്ട് നിൽക്കുന്നു, ഒരാൾക്ക് നമ്മൾ 2 സർബത്ത് കൊടുക്കുന്നു, ഒരാൾക്ക് 1 സർബത്ത് കൊടുക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്നു, എന്തിനായാലും 2 സർബത്ത്, നമ്മൾ രണ്ടുപേരും തുല്യരല്ലേ, രണ്ടുപേർക്ക് ഓരോന്ന് വിധം പോലെ എന്ന് ചോദിക്കുമ്പോൾ വർഗീയവാദി എന്ന് തിരിച്ചു വിളിച്ചാൽ അത് എന്തവസ്ഥയാണ്? അപ്പൊ അത് ഞാൻ പറയുന്നത് ഈ ഒരു കപടമുഖം CPM-ന്റെ തുറന്നു കാണിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു സഖാക്കന്മാരെയൊക്കെ കുറെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. സംഘപരിവാറിലേക്ക് പോകില്ലാന്ന് തോന്നുന്നു. അതിനകത്ത് വേറൊരു ഇതോടെ ഉണ്ട്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ കൂട്ടുകൂടിയത് തെറ്റായി പോയെന്ന് ഇവർ പറയുമ്പോൾ ഇവർക്ക് ആകെ കിട്ടിയത് 35 സീറ്റാണ്. ഈ 35 സീറ്റ് എവിടെ നിന്നായിരുന്നു? ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്നും പിന്നോക്ക ഹിന്ദുക്കൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇവർ വേറെ ഒരു സീറ്റ് വേറെ ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഹിന്ദു ഭൂരിപക്ഷ പിന്നോക്ക ഹിന്ദുക്കളുള്ള മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ട് അത്രയെങ്കിലും കിട്ടിയെന്ന് വെള്ളാപ്പള്ളി നാളെ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ CPM-ന് ബുദ്ധിമുട്ടുണ്ടാകും. അത് മറ്റൊരു കാര്യം. ഇവിടെ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു. പക്ഷെ ഇവർ പറയുന്ന ചില കണക്കുകളിലേക്ക് നമുക്ക് പോകാം. അവർ പറയുന്നത് BJP-യും കോൺഗ്രസും തമ്മിൽ ഇപ്രാവശ്യം ഒരു ഡീൽ നടന്നിട്ടുണ്ട്, 30ഓളം മണ്ഡലങ്ങളിൽ ഡീൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരു സംശയം നമുക്കുള്ളത്, ചാത്തന്നൂര്, അതുപോലെ തന്നെ ഈ പറയുന്ന കഴക്കൂട്ടം, നമ്മുടെ ഈ മുരളീധരൻ മത്സരിച്ച കഴക്കൂട്ടം, ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് വോട്ട് കൂടി. അവർ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ്. അതാണ് ഇവന്മാര് പറയുന്നത്. CPM പറയുന്നത് കണ്ടില്ലേ, കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്ത് പോയി, കോൺഗ്രസിന്റെ വോട്ട്
മറിച്ച് BJP കൊടുത്താണ് ജയിച്ചത്. പക്ഷെ തെറ്റാണ്. ഈ 2 മണ്ഡലങ്ങളും കോൺഗ്രസിന് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. വോട്ട് കുറഞ്ഞത് സഖാക്കളുടെയാണ്. ആ വോട്ട് അവിടെ പോയി. കഴക്കൂട്ടത്ത് 17,000 വോട്ടാണ് കുറഞ്ഞത് LDF-ന്. ആ വോട്ട് അവിടെ പോയി. മുള്ളുകരലേക്ക് ആയിരിക്കുമല്ലോ പോയിരിക്കുന്നത് ഈ ലോജിക്ക് വെച്ചാണെങ്കിൽ. ചാത്തന്നൂർ 11,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെവിടെ പോയിട്ടുണ്ട്? അത് ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ പോയിരിക്കുന്നത്. ഇനി പാലക്കാട് BJP കോൺഗ്രസ് ഡീലാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ 15,000 വോട്ട് BJPക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്, കുറഞ്ഞിട്ടില്ല. 15,000 വോട്ട് കൂടിയിട്ടുണ്ട്, LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം പാലക്കാട്ടെ LDF-ന്റെ വോട്ട് BJPക്കാണോ പോയത്, അതോ കോൺഗ്രസിനാണോ പോയത്? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ സംഭവം ധനുഷ് പറഞ്ഞത് തന്നെയാണ്. ഇവർക്ക് ഇനി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്ത് മുമ്പോട്ട് പോകാനേ പറ്റൂ. മതേതരത്വം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡിൽ ഇനി ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം മതേതരത്വത്തിന്റെ അപ്പോസ്തലനായിട്ടാണ് ഇപ്പൊ VD സതീശൻ നിൽക്കുന്നത്, കോൺഗ്രസ്സുകാർ നിൽക്കുന്നത്. എന്തിനേറെ സത്യത്തിൽ ലീഗുകാരെ കണ്ടാലുണ്ടല്ലോ, സത്യത്തിൽ ഇത്രയും എന്താ പറയുന്നത് പാവത്താന്മാരായിട്ട് മതേതരത്വം പറയുന്നൊരു പാർട്ടി കേരളത്തിലില്ല. കഴിഞ്ഞ ദിവസം ഈ VC വിവാദം വന്നല്ലോ, പിന്നെ VC സർസംഘചാലകന്റെ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഒരു വിവാദം വന്നു. അതിൽ ഇന്നലെ KM ഷാജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നും ഇതിൽ പറയാനില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞത് പങ്കെടുത്ത തെറ്റാണ്, മാപ്പ് പറയണം, ഇത് ചെയ്യണം, മറ്റേ ചെറുതൊക്കെ പറഞ്ഞാലും ലീഗ് അത് പറഞ്ഞില്ല. ലീഗിന്റെ ഒരു വനിതാ MLA വിളക്ക് കൊളുത്തി. അതിനെതിരെ കുറച്ച് മുസ്ലിം പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഭയങ്കരമായിട്ട് അവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഹറാസ് ചെയ്തു. പക്ഷെ ലീഗ് ഭക്തമൊക്കെ ഇറങ്ങി. പക്ഷെ ലീഗ് അവരെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. പണ്ടായിരുന്നെങ്കിലോ അവർ കത്തിക്ക് പോലും ഇല്ലായിരുന്നു. അങ്ങനായി. അപ്പൊ ലീഗ് പരമാവധി ഒഴിഞ്ഞൊഴിഞ്ഞു. കാരണം ലീഗിന് നന്നായി അറിയാം കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കലി തന്നെ. ഈ നൂൽപ്പാലത്തിൽ കൂടെയുള്ള കളിയാണ്. ഇവിടെ നിന്ന് കാലിടറി കഴിഞ്ഞാൽ പതിക്കുന്ന അഗാധ ഗർത്തത്തിലായിരിക്കും. അതുകൊണ്ട് നേട്ടം LDF-നല്ല, അതുകൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണെന്ന് കൃത്യമായ ഒരു തിരിച്ചറിവ് ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇപ്പോൾ വിവാദപരമായ ഒരു കാര്യത്തിലും ഇടപെടാതെ വളരെ സൈലന്റ് ആയിട്ട് നിന്ന് തങ്ങളുടെ ആളുകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ, കാരണം സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല, സൈലന്റ് ആയിട്ട് നിന്ന് ഉള്ള കാര്യങ്ങൾ മുഴുവൻ നേടിയെടുക്കുക, ആ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കുക, ഈ ഒരു സ്റ്റാൻഡിലേക്കാണ് ലീഗ് പോകുന്നത്. ഇത്തരത്തിൽ ആണ് ഇവർ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ മതേതരത്വത്തിന് എന്ത് സ്കോപ്പാണുള്ളത്? ഒരു സ്കോപ്പും ഇല്ല. കാരണം ഒറ്റ പോസ്റ്റാണ് ശ്രീമാൻ റിയാസ് ഇട്ടത് നമ്മുടെ വന്ദേ മാതരത്തിനെതിരെ, ഒറ്റ പോസ്റ്റ്. അതിന് താഴെ വന്ന് കമന്റ് ഇട്ടത് സംഘികളായിരുന്നില്ല, സഖാക്കളായിരുന്നു. താഴെ ഇട്ട കമന്റ് എന്താണ്? നമ്മുടെ കൂടെ കുറച്ച് ഹിന്ദുക്കളെ ഉള്ളൂ, ഇനി അവരെ കൂടെ കളയല്ലേ സഖാവേ എന്നാണ് പറഞ്ഞത്. കാരണം ഇടതുപക്ഷത്തിനോട് നിന്നിരുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ഒറ്റ പാടെ, അതായത് LDF-ന്റെ മുസ്ലിങ്ങൾ, LDF-ലുള്ള പരമ്പരാഗതമായി LDF-ലുള്ള മുസ്ലിങ്ങൾ പോലും തിരിച്ച് UDF-നാ ചെയ്തത്. അങ്ങനെ പോയിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഒരു ഹിന്ദു തുരുത്താണ്. ഈ തുരുത്തിൽ ഇനിയും വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്നെ അമ്പലങ്ങളെ തെറിവിളിച്ചുകൊണ്ടും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ശബരിമല കേസ് ഇപ്പോൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുമ്പോൾ ശബരിമല കേസിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ പല കേസിലും അവരിപ്പോൾ തെളിഞ്ഞു വരുന്നു. അവരുടെ നേതാക്കന്മാർക്ക് അണികൾ പഴയതുപോലെയല്ല. CPM-ന്റെ ഒക്കെ അവരുടെ ഈ ജില്ലാ സമ്മേളന വേദിയിലായാലും ജില്ലാ പ്രതിനിധികളായാലും അവരുടെ ലോക്കൽ നേതാക്കളായാലും ഇത്തരം പരസ്യമായിട്ട് എങ്ങും വിമർശിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പരസ്യമായി വിമർശിക്കുന്നു പിണറായി വിജയനും ഗോവിന്ദനെയും ഒക്കെ. അതായത് അവരൊരു പോസ്റ്റ് പോലും വിട്ടാൽ റീച്ച് ഇല്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. റഹ്മാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒറ്റ പോസ്റ്റോ പ്രസ്താവന നടത്തിയിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട തെറിവിളി തന്നെ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുക. സംഘികൾക്ക് അത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സംഘികളുടെ പുതിയ രീതി എന്താണെന്ന് അറിയാം. ഇപ്പം അവരിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളും കണ്ടാൽ അതിന് താഴെ പോയി കമന്റ് ചെയ്യാറില്ല. അവരതിനെ എന്താണ് തിരസ്കരിക്കുകയാണ് പതിവ്. അവൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ പോട്ടാന്ന് വെച്ചിട്ട് ആ രീതി ഇവിടെ അങ്ങനെ തിരസ്കരിക്കുന്ന പോലെ ഇതിന് വേറെ റീച്ചില്ല. മറ്റേ സംഘികളും തെരുവ് വിളിക്കുമ്പോൾ ഇതിനൊരു ഓളം കിട്ടും. ഈ പൃഥ്വിരാജിന്റെ സിനിമയ്ക്കൊക്കെ അതാണ് സംഭവിച്ചത്. ഈ ഖിലാഫത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ അന്ന് ഈ സംഘികൾ അതിന് റിവ്യൂവിന് പോയില്ല, ഡീഗ്രേഡ് ചെയ്യാനും പോയില്ല. സംഘികളാരും കമന്റ് ഇല്ല, അവർ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴേക്കും ഇവരെ കുത്തിക്കലക്കി ഒരു വിവാദം ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവിടെ പാളിപ്പോയി. അവിടെയാണ് കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു പ്രസ്താവന വരുന്നത്, ഞാൻ 3 നേരം ബീഫ് കഴിക്കുന്നു. ആരും മൈൻഡ് ചെയ്തില്ല ആ പ്രസ്താവന. എവിടേക്ക് പോയി, ഇന്ന് എവിടെയാണെന്ന് പോലും. അതാണ് നമ്മളൊരാളെ മൈൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ, നമ്മൾ ഗവനിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ സ്കോപ്പില്ല. അയാൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ ചൊറിയുന്നത് എന്തിനാണ്? റീച്ചിന് വേണ്ടിയിട്ടാണ് ചൊറിയുന്നത്. റീച്ചില്ല. സഖാക്കൾ തന്നെ ഇപ്പൊ സഖാക്കളെ വാരി വലിച്ചൊട്ടിച്ചോണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ CPM ആണ്, ഹിന്ദു പാർട്ടി. അവർക്ക് ഈ ഹിന്ദുക്കളെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഹിന്ദു ഐഡിയോളജി ഇല്ലെങ്കിൽ പോലും ഹിന്ദുക്കളുടെ ന്യായമായ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നേ പറ്റൂ. ഇനിയും CPM-നെ ട്രബിളിലാക്കാൻ പോകുന്ന അനവധി വിഷയങ്ങൾ വരുന്നു. ഏകീകൃത സിവിൽ കോഡ് വരുന്നു, അതുപോലെ തന്നെ മറ്റു പല നിയമങ്ങൾ വരുന്നു. ഈ നിയമങ്ങൾ വരുമ്പോൾ CPM ഏത് സ്റ്റാൻഡ് എടുക്കും? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയാണ് ഇവിടെ. അത് തന്നെയല്ല, ഇനി വരാൻ പോകുന്ന ഹിന്ദുപരമായ വിഷയങ്ങളിൽ CPM എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത്? അതൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കഷ്ടം തോന്നിയൊരു സംഭവമുണ്ട്. നമ്മുടെ
ഒരു സ്കൂളിൽ, എവിടെയാണ് ആ സ്കൂൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അവിടെ ക്രിസ്ത്യൻസ് മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലേക്ക് സുഡാപ്പികൾ വരുന്നു, അവിടെ കുട്ടികളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ സംഘർഷവും സംഭവമൊക്കെ നടക്കുന്നു. ആ പോസ്റ്റിന് ഇല്ലെങ്കിൽ അതിന് ഒരൊറ്റ സംഖ്യകൾ ഒരു ലൈക്കോ ഷെയറോ കമന്റോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും സുഡാപ്പികൾ ഒരു സൈഡിൽ നിൽക്കുകയും മറു സൈഡിൽ കുഞ്ഞാളുകൾ നിൽക്കുകയും ചെയ്യുമ്പോൾ സംഘികൾ കുഞ്ഞാളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നൊരു കാഴ്ച കാണാറുണ്ട്. ആരും മൈൻഡ് ചെയ്തിട്ടില്ല സാധനം. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? വളരെ സോഫ്റ്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്തു. കാരണം ആരും പിന്നെ അതിനെക്കുറിച്ച് തിരക്കിയില്ല, അറിഞ്ഞുമില്ല. ഇങ്ങനെ അനവധി സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു വിരുദ്ധമായിട്ട് പറയാൻ കോൺഗ്രസ് ഭയക്കുന്നു, LDF ഭയക്കുന്നു, ലീഗിന് ഭയമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ LDF എങ്ങനെ തിരിച്ചു വരുമെന്നുള്ള കാര്യം, അത് തന്നെയല്ല പി രാജീവ് പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമാണ്. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇന്നലെ അദ്ദേഹം മലപ്പുറത്താണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ പരമ്പരാഗതമായ സമരമുറ കൊണ്ട് ഇനി കാര്യമൊന്നുമില്ല, അത് കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് പിക്കറ്റിങ്, തൂറിയെറിയൽ, പിന്നെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഇരുന്ന് മലീവസമാക്കൽ തുടങ്ങിയ ചടങ്ങുകളൊന്നും ഇനി ഫലിക്കില്ല. അത് അദ്ദേഹം പറയുന്നത് ശരിയാണത്. ഇനി അതിനെ കൊണ്ട് ഒന്നും ഫലിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആധുനിക സമരമാർഗം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഈ ആധുനിക സമരമാർഗം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം പാർട്ടി ഒരു സോഷ്യൽ മീഡിയ പ്രതിഷേധത്തിനും ബന്ദിനും ആഹ്വാനം ചെയ്തതായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഈ സോഷ്യൽ മീഡിയ പ്രതിഷേധം? സോഷ്യൽ മീഡിയ എളുപ്പമുള്ള പരിപാടിയാണ്. കാരണം പ്രതിഷേധം നമ്മൾ ഇതിനു മുമ്പും ചില പാർട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കരിദിനം, ചില സംഘടനകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കരിദിനം ആചരിക്കുന്ന രീതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം DP ഒക്കെ നമ്മൾ മാറ്റി കറുത്തതാക്കണം, കറുത്ത DP ആക്കുക, പിന്നെ കരിവാരി തേക്കുക, പിന്നെ കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ കലാപരിപാടികളാണ് ഈ കരിദിനം എന്നുള്ളത്. അപ്പൊ സോഷ്യൽ മീഡിയയിലാണോ ഇനി എന്താണ് പുതിയ വരുന്നത്? അതായത് CPM അവരുടെ പ്രധാന ആയുധം സമരമാണ്. CPM പ്രധാന ആയുധം സമരമാണ്. സമരം ചെയ്യാൻ പോലും വഴിയില്ല, എന്ത് സമരം ചെയ്യണമെന്ന് പോലും CPM അറിയില്ല എന്നാണ് പി രാജീവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് പഴയ കാലത്ത് സമരം ഇനി ഏക്കില്ല, ട്രോളുകൾ വാരിക്കൂട്ടുക, തന്തയ്ക്കുള്ളിയും കേൾക്കുമെന്നല്ലാതെ സഖാക്കൾ ഇപ്പൊ എന്തുകൊണ്ടാണ് CPM എല്ലായിടത്തും സമരം നടത്താന്ന് വെച്ചാൽ ആളെ കിട്ടാനില്ല, ആളില്ല. നമ്മൾ കണ്ടതാ ഈ SFI പിള്ളേരുടെ കോട്ടയത്തൊരു സെക്രട്ടറി പിന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, SP ഓഫീസ് മാർച്ച് വെച്ചിട്ട് ആളില്ല, നടന്നില്ല പരിപാടി. അപ്പോൾ അങ്ങനെ വരും. സമരമില്ലാതെ CPM എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? അതുപോലെ തന്നെ CPM മതേതരത്വം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ വലിയ മതേതരത്വന്മാർ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നടക്കത്തില്ല. പകരം വർഗീയത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ CPM ഉള്ള ബേസോടെ പോയി കിട്ടും. അപ്പൊ പിന്നെ ബുദ്ധിയുള്ള സഖാക്കളൊക്കെ പതുക്കെ കളം മാറ്റി ചവിട്ടി. ഞാൻ പണ്ട് പറഞ്ഞത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു. കാരണം ഇവർ റെഡ് വാളണ്ടിയർമാർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ പകുതി ഇവർ RSS ആയി കഴിഞ്ഞിരിക്കുന്നു. കാരണം കാക്കി ട്രൗസറാണ് റെഡ് വാളണ്ടിയർമാരുടെ അവരുടെ യൂണിഫോം. ഇനി ബാക്കി കൂടെ കഴിഞ്ഞാൽ ഇവന്മാർ നേരെ ശായ്ക്ക് പോകും. കാരണം ഒരു വെള്ള ഉടുപ്പിന്റെ കാര്യവും പിന്നെ ഒരു തൊപ്പിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റേ ഇവരുടെ റെഡ് തൊപ്പി മാറ്റിയിട്ട് മറ്റേ തൊപ്പി വെക്കുന്ന ഒരു കാര്യം മാത്രമേ ഇത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു. സഖാക്കൾ കൂട്ടത്തോടാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ വാരിക്കൂരിയ വോട്ടുകളൊക്കെ അതെല്ലാം ഇടതുപക്ഷ കോട്ടകളിൽ നിന്നാണ്. അത് അപ്പാടെ ചോർന്നു പോയി ഇടതുപക്ഷ കോട്ടകൾ. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷ കോട്ടകളിൽ നിന്ന് മെമ്പർമാരുണ്ട് ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ. അപ്പം അത് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഇനി എങ്ങനെയാണ് BJP യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയെ കൂടെ ചപ്ലാച്ചി അടിച്ചിട്ട് കാര്യമില്ല. ഈ ഹിന്ദു സമുദായങ്ങളെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോയാൽ BJPക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡെയിലി എക്സർസൈസിന്റെ ഫോട്ടോ ആയിട്ട് മെഴുകേണ്ടി വരും. ഇന്ന് ഞാൻ ഡംബൽ ചെയ്തു, ഇന്ന് സ്കോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇടേണ്ടി വരും. അതിലൊന്നും കഥയില്ല. താഴെത്തട്ടിൽ ഇറങ്ങണം. പാവപ്പെട്ട ഹിന്ദുക്കളുണ്ട്, ഓരം ചേർന്നിരിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ചെറിയ സമുദായങ്ങളുണ്ട്. അവർക്കൊരു 10, 500, 1000 വോട്ടൊക്കെ ഒരു മണ്ഡലത്തിൽ കാണത്തുള്ളൂ. അവരെ ചേർത്ത് നിർത്താൻ പഠിക്കണം. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ അങ്ങനെ ഒരു മീറ്റിംഗ് പങ്കെടുത്താൽ മാത്രം പോരാ, അവരെ ചേർത്ത് നിർത്തി അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഹിന്ദു ബേസ് വോട്ട്. കാരണം ഇത് തന്നെയാണ് ഹരിയാനയിൽ BJP ചെയ്തത്. അവിടെ ജാട്ട് എന്ന് പറഞ്ഞൊരു സമുദായം നിന്നപ്പോഴത്തേക്ക് ബാക്കി OBC മുതൽ താഴെത്തട്ടിലുള്ള ചെറിയ സമുദായത്തെ വരെ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് അവർ ബേസ് ഉണ്ടാക്കിയത്. അതായത് NSSന്റെ SNDPയുടെ പുറയിൽ പോയിക്കൊണ്ട് മാത്രം ബേസ് ഉണ്ടാകത്തില്ല. അത് അവരുടേതായ കാര്യം. അതൊരു വലിയ പ്രബല സമുദായങ്ങളാണ് രണ്ടും. ആ സമുദായത്തിന്റെ വോട്ട് 3 സ്പ്ലിറ്റ് ആയിട്ട് പോകത്തേ ഉള്ളൂ. അപ്പം താഴെ തട്ടിലുള്ള ചെറിയ സമുദായങ്ങളുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ചെയ്യുക. അതായത് ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന സമയം കുറച്ചൊക്കെ പോകുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ഇവർക്കൂടെ വേണ്ടി ചെലവഴിച്ചാൽ ഭാവിയിൽ 10 വോട്ട് കിട്ടും. അത് തന്നെയാണ് കഴക്കൂട്ടം തെളിയിക്കുന്നത്, അത് തന്നെയാണ് നിയമം തെളിയിക്കുന്നത്, അത് തന്നെയാണ് കാരണം ഈ 3 സ്ഥലത്ത് BJP ജയിച്ചത് മതേതരത്വം കൊണ്ടല്ല, ഇല്ലെങ്കിൽ BJPയുടെ വലിയ ഡെവലപ്മെന്റ്സ് അജണ്ട കൊണ്ടല്ല. ഇടതിനെയും വലതിനെയും മടുത്തൊരു വിഭാഗമാണ്. ഹിന്ദു മെജോറിറ്റിയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുക. കുറഞ്ഞ പക്ഷം ശബരിമല ഈ കേസിൽ ഉൾപ്പെട്ടവർ ഇപ്പോഴും ആ കേസുകളൊന്നും പിൻവലിക്കപ്പെട്ടിട്ടില്ല. അതെങ്കിലും പിൻവലിക്കാൻ നിയമസഭയിൽ ഒരു സമ്മർദ്ദം ചെലുത്താനായിട്ട് ഈ 3 MLA മാർക്ക് കഴിഞ്ഞാൽ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും.